നിങ്ങൾ RSS ആണെന്ന് പറയൂ. എന്തിനാണ് നിങ്ങൾ RSS ആണ് എന്ന് പറഞ്ഞ് ഒരു ചാനൽ അഭിമാനമുള്ളവരാണ്. തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. അങ്ങനെ ഒടുവിൽ ജനങ്ങളുടെ പ്രതിഷേധം കാരണത്താൽ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന പരമചറ്റ RSS അനുഭാവി എന്ന് പറഞ്ഞ് നടക്കുന്ന കുടുംബ വർഗീയ വിഷയത്തിനെ ജനരോക്ഷം കാരണത്താൽ കസ്റ്റഡിയിൽ പേരിനെടുത്തു, അതുപോലെ തന്നെ ജാമ്യത്തിൽ വിട്ടു. ഇതിന് പോലീസ് അധികൃതർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായവും കണ്ടീഷനൊക്കെ അനുസരിച്ചാണ് ഇങ്ങനൊരു ജാമ്യം കൊടുക്കുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം പ്രായമായതിനു ശേഷം ചെന്നിമൂത്ത് പറയുന്ന വാക്കുകളല്ല. ഇദ്ദേഹം പണ്ട് മുതലേ ഇങ്ങനെയാണ്. നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തി കേരള സമൂഹത്തിൻ്റെ ഇടയിൽ വെറുപ്പും വിദ്വേഷം പകർത്തിവിടാൻ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഈ കൊടും ചെറ്റ പണ്ട് മുതലേ തുനിഞ്ഞിറങ്ങിയ ഒരാളാണ്. ഇവനൊക്കെ എന്നോ കസ്റ്റഡിയിലെടുത്ത് പെരുമാറി ജയിലറകളിൽ ഇടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏത് സർക്കാരാവട്ടെ, ഒരു സർക്കാർ വന്നാലും ഇത്തരം വർഗീയ വിഷയങ്ങളെ പൂട്ടിക്കെട്ടാൻ അവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.